Ice cream. Hello. You are having Jigar Tanda. Yeah. Have you heard about this? Yeah, I've heard about it. From where did you hear? I've heard that in Madurai it's very Very famous and very special. And how is it? Yeah, it's very good. Very good? Okay. And അപ്പോൾ വിദേശികൾ വരെ അന്വേഷിച്ച് വരുന്നൊരു കാര്യമാണ് ജിഗർ തണ്ട. അപ്പോൾ നമ്മൾ സ്വദേശികളാണെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഇപ്പോൾ മധുരയിൽ വന്നാൽ ഇത് കഴിക്കാണ്ട് പോകരുത്. അപ്പോൾ ഞാനും ഒന്ന് നോക്കാം. ഇതാണ് ജിഗർ തണ്ട. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, വളരെ സ്വാദുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം ഇല്ലേ. അപ്പോൾ ഇത് കടയുടെ ഉള്ളിലേക്ക് ഞാൻ കടന്നു കയറിയിരിക്കുകയാണ്. ഇവിടെ വളരെ തിരക്കാണ്, ബിസി സമയമാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ഓണർ നമ്മളോട് ഇതെല്ലാം പറഞ്ഞു തരാൻ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും സീക്രട്ട് അറിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പിടിവാശി പിടിച്ചകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺജഷനാണ്. ഒരുപാട് എന്താ പറയുക, ഈ പാത്രങ്ങളും എല്ലാം ഇരിക്കുകയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു കൊച്ചു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്നാ ഐറ്റംസ് ചേർക്കുക? ഇത് ബാദാം പിസിൻ, ബദാം പശ. ഇത് ബദാം പശ എന്നാണ് പറയുന്നത്. ബദാം മരത്തിൽ നിന്ന് കിട്ടുന്ന പശ. ഇതിന് പക്ഷേ സീവീഡ്, ഒരു എഡിബിൾ സീവീഡ് എന്നും പറയും. ഇത് പക്ഷേ എല്ലായിടത്തും കിട്ടില്ല, ഡൽഹിയിലൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ഒരു സ്പൂൺ ഇട്ടു ഒരു ഗ്ലാസ്സിൽ. നമ്പർ 2 സർബത്ത്, നറുനേണ്ടി. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് സർബത്ത്, നറുനേണ്ടിയുടെ. അത് കുറച്ച് ഒരു സ്പൂൺ ഒഴിച്ചു. നമ്പർ 3 മിൽക്ക്, തണുത്ത പാല്, സാധാരണ പാല്, പശുവിൻ പാൽ കൊഞ്ചം, അത് കുറച്ച്, ഒരു 1/4 കപ്പ്. 3 കുറുകിയ പാല് അല്ലേ. ഇത് പാല് കുറുക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് അല്പം പാടയൊക്കെ കാണും. പാലിങ്ങനെ കുറുക്കി വറ്റിക്കുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ കളർ ഒരു കാരമൽ കളറാണ്. അതും കുറച്ച്, കൊഞ്ചം. ഐസ്ക്രീം, ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ. ഇത് ബായി ഐസ്ക്രീം എന്നാണ് പറയുന്നത്. ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആണ്. ബായി, മധുരൈ ഫേമസ് ബായി ഐസ്ക്രീം. ഇത് ഇവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഓൺ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ട്രേഡ് സീക്രട്ട് ഒന്നും സാധാരണഗതിയിൽ പുറത്തുവിടില്ല, സ്വന്തം ടൈം. ഇത് പാല്, പഞ്ചസാര, നോ കെമിക്കൽ. പാലും പഞ്ചസാരയും കൂടി ഇട്ട് കുറുക്കി ഒരു ഐസ്ക്രീം പോലെ തിക്കാക്കും അല്ലെ. തിക്കാക്കിയിട്ട് അതിൽ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കും. ആ ഐസ്ക്രീം ബായി ഐസ്ക്രീം, മധുര സ്പെഷ്യൽ. അത് ഒരു സ്കൂപ്പ് അതിനകത്തു. ഇനി തന്നെ മിക്സ് ചെയ്തു, അതെല്ലാം കൂടി മിക്സ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. കുറച്ചുകൂടി സർബത്ത് ഒഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ജിഗർ തണ്ട റെഡി. ഇത് നിമിഷങ്ങൾ കൊണ്ടാണ്. കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഓരോ പാത്രങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കുറുകിയ പാല്, പിന്നെ പാല് കുറുക്കി വറ്റിച്ച് പാലും പഞ്ചസാരയും വാനില എസൻസും കൂടെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി, ഫ്രോസൺ ഐസ്ക്രീം, പിന്നെ നറുനേണ്ടി സിറപ്പ്, പിന്നെ തണുത്ത പാല്, പിന്നെ ചേർത്തതാണ് സീവീഡ്, എഡിബിൾ സീവീഡ് മിക്സിങ്. പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് അത് നമുക്ക് കിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീവീഡ് ആയിരിക്കും ഒരു പക്ഷേ. അത് ഡൽഹിയിലൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞയച്ചാൽ ബദാമിൻ്റെ പശ എന്നാണ് പറയുന്നത്, എഡിബിൾ സീവീഡ്. അത് കണ്ടു കഴിഞ്ഞാൽ ചൈന ഗ്രാസ് കുതിർത്ത പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷേ അതല്ല. അതോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തരുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഒരു ഫാസ്റ്റായിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞു. ഇതാണ് ജിഗർ തണ്ട. ഇത് ചാപ്പിട്ട് പറഞ്ഞു. ഇത് സെക്കൻഡ് ഗ്ലാസ് തന്നെ. ആദ്യം ഒരു ഗ്ലാസ് ടേസ്റ്റ് ചെയ്തു, ഇനി ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാം. വെരി നൈസ്, ரொம்ப നല്ലത്. ഇപ്പോൾ ഇവിടുത്തെ തള്ളു കാണുമ്പോൾ അറിയില്ല ഇത് എത്രത്തോളം നല്ലതാണ്. ഇവിടെ എല്ലാവരും വരും. രാത്രിയൊക്കെ വളരെ ബിസിയാണ് എല്ലാവരും. അപ്പോൾ മധുരയിലെ രാത്രികൾ വളരെ സജീവമാണ്. മധുര ഉറങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. കാരണം ഇതൊരു മാജിക്കൽ സിറ്റിയാണ്. ഇവിടെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, രാത്രി എത്ര വൈകിയാലും റോഡ് മുഴുവൻ ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ സമയമായി. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പര്യടനം ഞാനിവിടെ നിർത്തുകയാണ്. ഇനി വീണ്ടും മധുരയുടെ മറ്റു വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.